പ്രധാന വാർത്തയിലേക്ക്. ആലപ്പുഴ പെരുമ്പളത്ത് ക്ഷേത്ര ഉത്സവത്തിനിടെ ആനയിടഞ്ഞു. പള്ളിപ്പാട് ക്ഷേത്രത്തിൽ എഴുന്നള്ളിപ്പിനിടെയാണ് ആനയിടഞ്ഞത്. ക്ഷേത്രം ശാന്തി ആനപ്പുറത്ത് കുടുങ്ങി. വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്നും ദേവൻ MP ചേരുന്നുണ്ട്. ദേവൻ, എന്താണ് വിശദാംശങ്ങൾ? ഗൗതം, ആലപ്പുഴ പെരുമ്പളത്ത് ക്ഷേത്ര ഉത്സവവുമായി ബന്ധപ്പെട്ട ആറാട്ട് ചടങ്ങുമായി ബന്ധപ്പെട്ടാണ് ഈ ആന എഴുന്നള്ളത്തിനായി കൊണ്ടുവന്നത്. ഈ രാത്രിയായിരുന്നു ചടങ്ങുകളെല്ലാം ഉണ്ടായിരുന്നത്. രാത്രി ഇപ്പോൾ ചടങ്ങ് നടക്കുന്നതിനിടെയാണ് ഇപ്പോൾ ആന ഇടഞ്ഞത്. ഇപ്പോൾ ഈ ക്ഷേത്ര മേൽശാന്തി ആനപ്പുറത്ത് തന്നെ തുടരുകയാണ്. കഴിഞ്ഞ 2 മണിക്കൂറായി ആനയെ തളയ്ക്കാനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ഈ ഫയർഫോഴ്സും പോലീസും ഉൾപ്പെടെയുള്ള ആൾക്കാർ സ്ഥലത്തുണ്ട്. പക്ഷെ ഇതുവരെയും ആനയെ തളയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്ര മേൽശാന്തി ദേവൻ, അതായത് കഴിഞ്ഞ 2 മണിക്കൂറായി ഈ മേൽശാന്തി ആനപ്പുറത്ത് തന്നെയാണ് തുടരുകയാണോ? അതെ ഗൗതം, അതായത് ഈ ആന ഈ ക്ഷേത്രത്തിന് പരിസരമായി വലിയൊരു കോമ്പൗണ്ട് ഈ ക്ഷേത്രത്തിന് പരിസരമായി ഉണ്ട്. അവിടെ ആനയെ അവിടെ തന്നെ ഇപ്പോൾ ആന അവിടെ തന്നെയാണ് ഇപ്പോൾ തങ്ങുന്നത്. പക്ഷെ മേൽശാന്തി ആനപ്പുറത്ത് നിന്ന് ഇറക്കാനായിട്ട് ഇതുവരെ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ക്ഷേത്ര മേൽശാന്തി ആനപ്പുറത്ത് തന്നെ തുടരുകയാണ്. ഫയർഫോഴ്സിന്റെയും ഒപ്പം മൃഗസംരക്ഷണ വകുപ്പിന്റെയും എല്ലാം ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ആന ഏതെങ്കിലും രീതിയിൽ തളച്ചതിന് ശേഷം ഈ ക്ഷേത്ര മേൽശാന്തി ആനപ്പുറത്ത് നിന്ന് ഇറക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷെ നിലവിൽ ഈ ആന ഇപ്പോൾ പാപ്പാരി അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ ഈ ഏതെങ്കിലും രീതിയിൽ ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ആന അതിനിപ്പോൾ കൂട്ടാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കോമ്പൗണ്ടിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് ആന അവിടെ തന്നെ തളയ്ക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ ഈ ക്ഷേത്ര ഭാരവാഹികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവൻ, ഈ ഇടയുന്ന സമയത്ത് മറ്റാർക്കെങ്കിലും പരിക്കേറ്റിരുന്നോ, അല്ലെങ്കിൽ ഈ ആന മറ്റാരെങ്കിലും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു? എന്താണ് അതുമായി ബന്ധപ്പെട്ട് ലഭിക്കുന്ന വിവരം? ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി ഈ വൈകുന്നേരത്തോടുകൂടി ചടങ്ങുകളെല്ലാം പൂർത്തിയായിരുന്നു. രാത്രി ആറാട്ട് സംബന്ധമായിട്ടുള്ള ചടങ്ങുകൾക്കാണ് ഇപ്പോൾ ആനയെ എഴുന്നള്ളിച്ചത്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൽ വലിയൊരു ജനത്തിരക്ക് ഉണ്ടായിരുന്നില്ല. ക്ഷേത്ര ചടങ്ങുകളുടെ ഭാഗമായിട്ടുള്ള ആരാധനയുമായി ബന്ധപ്പെട്ടുള്ള ചടങ്ങുകൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വലിയൊരു ജനത്തിരക്ക് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് വേറെ രീതിയിൽ പരിക്കേൽക്കുകയോ മറ്റും ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ ക്ഷേത്രത്തിന് വലിയൊരു കോമ്പൗണ്ട് ക്ഷേത്രത്തിന് ചുറ്റുമായി ഉണ്ട്. വലിയൊരു പരിസര പ്രദേശം തന്നെ ക്ഷേത്രത്തിന് ചുറ്റുമായി ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആന ഇപ്പോൾ ഇടഞ്ഞ് ആ ഒരു കേന്ദ്രത്തിലോട്ടാണ് മാറിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ പരിസരവാസികൾക്കോ അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട് എത്തിയ ആൾക്കാർക്കോ പരിക്കേൽക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യത ഇപ്പോൾ നിലവിലില്ല. അതുകൊണ്ട് തന്നെ ആന ഇപ്പോൾ ഈ ഒരു ക്ഷേത്രത്തിന്റെ കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ ആന കേന്ദ്രീകരിച്ചിരിക്കുന്നത്. പക്ഷെ ഇപ്പോൾ ഈ ആശങ്ക തുടരുന്നത് ഈ ആനയുടെ പുറത്ത് കയറിയിരുന്ന ഈ മേൽശാന്തി ഇതുവരെ ആനയുടെ പുറത്ത് നിന്ന് മാറ്റാനോ അല്ലെങ്കിൽ ആ ആളിനെ പുറത്തെടുക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല. ആന മറ്റു രീതിയിലുള്ള അക്രമങ്ങളൊന്നും ഇപ്പോൾ നിലവിൽ ആനയുടെ ഭാഗത്തുനിന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികൾ അല്ലെങ്കിൽ ആനയെ ബന്ധപ്പെട്ട ആൾക്കാർ നൽകുന്ന ഒരു സൂചന ഈ ആന അത്ര ഒരു ഉപദ്രവകാരിയായിട്ടുള്ള ഒരു ആനയല്ല. മറ്റു ക്ഷേത്രങ്ങളിലെല്ലാം എഴുന്നള്ളപ്പിന് പോകുമ്പോൾ പോലും ശാന്ത സ്വഭാവക്കാരനുള്ള ഒരു ആനയാണ്. അതുകൊണ്ട് തന്നെ മറ്റു രീതിയിലുള്ള ഒരു അക്രമ സ്വഭാവമുള്ള ഒരു ആനയല്ല. മറ്റു ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളപ്പിന് കൊണ്ടുപോകുമ്പോൾ പോലും ഒരു അക്രമ സ്വഭാവം കാണിക്കുന്ന ഒരു ആനയല്ല. അതുകൊണ്ട് തന്നെ ഒരു ഭയക്കേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇല്ല എന്നാണ് ക്ഷേത്രപാലികൾ അറിയിക്കുന്നതെങ്കിൽ കൂടിയും ക്ഷേത്ര മേൽശാന്തി ഇപ്പോഴും ആനയുടെ പുറത്ത് തന്നെ തുടരുകയാണ്. ഇത് എവിടെ നിന്നുള്ള ആനയാണ്? അത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ലഭ്യമായിട്ടുണ്ടോ? ഈ ആനയുമായി വന്ന പാപ്പാന്മാരൊക്കെ ഈ തളയ്ക്കാനുള്ള ശ്രമം തുടരുകയാണോ? എന്താണ് അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ? ഹരിപ്പാട് കേന്ദ്രീകരിച്ചുള്ള ആന തന്നെയാണ്. ഹരിപ്പാട് പപ്പു എന്ന് പറയുന്ന ഒരു ആനയാണ് ഈ എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് ഈ ക്ഷേത്രത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ ഈ ആനയുമായിട്ട് ബന്ധപ്പെട്ട ഈ പാപ്പാനും ഉൾപ്പെടെ ആനയുടെ ഉടമസ്ഥരും ഉൾപ്പെടെ എല്ലാവരും തന്നെ ഈ ക്ഷേത്ര കോമ്പൗണ്ടിൽ എത്തിയിട്ടുണ്ട്. ആനയെ തളയ്ക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ നിലവിൽ ആന ഈ ഒരു പ്രകോപിതമായി ഒരു ആനയുടെ ഈ ക്ഷേത്ര കോമ്പൗണ്ടുമായി ബന്ധപ്പെട്ട മറ്റൊരു ഭാഗത്തേക്ക് ആന കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പക്ഷേ നിലവിൽ ഈ ആന ഇതുവരെ തളയ്ക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. എന്തായാലും ആലപ്പുഴ പെരുമ്പളത്താണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ക്ഷേത്ര ഉത്സവത്തിനിടെയാണ് ആന ഇടഞ്ഞത്. ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം, ഇപ്പോഴും ഈ ക്ഷേത്ര മേൽശാന്തി ആനപ്പുറത്ത് കുടുങ്ങിയിരിക്കുകയാണ്. ഇടഞ്ഞ ആനപ്പുറത്ത് കുടുങ്ങിയിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ മേൽശാന്തി. അദ്ദേഹത്തെ താഴെ ഇറക്കാനോ രക്ഷിക്കാനോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യകരമായ കാര്യം. ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ്. ഫയർഫോഴ്സും ഒപ്പം തന്നെ നാട്ടുകാരും ചേർന്ന് ആനയെ തളയ്ക്കാനും ആ കോമ്പൗണ്ട് വിട്ട് പുറത്തേക്ക് വരാതിരിക്കാനുമുള്ള രീതിയിലുള്ള ഇടപെടലുകളാണ് നടത്തുന്നത്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 2 മണിക്കൂർ നേരമായി ഈ ആനപ്പുറത്ത് ഈ മേൽശാന്തി കുടുങ്ങിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് വേണ്ടി കൊണ്ടുവരുമ്പോഴാണ്
ഈ അപകടം ഉണ്ടായിട്ടുള്ളത്, ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്, ആന ഇടയുന്ന സാഹചര്യം ഉണ്ടായത്. വിവരങ്ങൾ നൽകുകയായിരുന്നു ആലപ്പുഴയിൽ നിന്നും ദേവൻ എം പി.